നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്, അതേപോലെ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു പാൽ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാൽ ബണ്ണിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നൂൽപ്പരിവൊന്നും ആക്കേണ്ട കാര്യമില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരേക്കും നല്ല പോലെ ഇതങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ. നമ്മുടെ സിറപ്പ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്, അതേപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം അത്രയ്ക്ക് മതി. നൂൽപ്പരുവൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബണ്ണൊക്കെ ഇടുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികമൊന്നും വേണ്ട, കുറച്ച് ചേർത്താൽ മതിയാകും. അതല്ലെങ്കിൽ ഒരുപാട് പുളി തോന്നിക്കും നമ്മുടെ ബണ്ണിന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബണ്ണ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൽ ബണ്ണിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാനിതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ല പോലെ പൊടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ പഞ്ചസാര ഞാൻ നല്ല പോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ എടുത്തിട്ട് നമുക്കതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5 ടീസ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ നമ്മൾ ഈ ബണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ പാൽ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിൽ കുറച്ച് ലൂസായിട്ട് മാവ് എടുക്കുന്നുള്ളൂ, എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കടയിലൊക്കെ കിട്ടുന്നത് ഇതേപോലെ തൈരൊക്കെ ചേർത്തിട്ടാണ്. നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ഇതേപോലെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സായിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരായാലും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ എന്തെടുത്താലും റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതങ്ങ് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉണ്ടമ്പൊരിയൊക്കെ ഉണ്ടാക്കൂലേ, നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഉരുട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ പരുവത്തിലുള്ള ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ മൊത്തത്തിൽ മിക്സാക്കിയിട്ട് ഞാൻ കാണിക്കാം എന്തോരം ലൂസിലാണ് വേണ്ടതെന്ന്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി അഥവാ നിങ്ങൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൈമ ഒരുപാട് ഒട്ടിപ്പിടിക്കുകയാണ്, കുറച്ച് ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി തിക്കാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒരു സൈഡിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം.
ഇപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അതില്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല. അതേപോലെ തന്നെ മാവ് ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒഴുകി പോവും. അപ്പോൾ കറക്റ്റ് ബണ്ണിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടേയില്ല. കണ്ടില്ലേ, ഇപ്പോൾ ദേ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ വീർത്തും വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബണ്ണ് കിട്ടിയിട്ടുമുണ്ട്. കണ്ടില്ല, അപ്പോൾ ഒരു 2 വശം നല്ല ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബണ്ണൊക്കെ 2 സൈഡും ലൈറ്റ് ഗോൾഡ് നിറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതി, നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓയിലിലേക്ക് നമ്മുടെ മാവ് ഇടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം മാവ് കുറേശ്ശെ എടുത്തിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പം ഞാൻ നമ്മുടെ കോരിയെടുത്ത ബണ്ണ് ഉടനെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം, ഒരുപാട് പാടില്ല, ചെറിയൊരു ചൂടുണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ ഷുഗർ സിറപ്പിന് ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ബണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മാവും വെച്ചിട്ട് ബണ്ണ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പിൽ നല്ല പോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ അതിലേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ബണ്ണിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ കാണാം ഷുഗർ സിറപ്പ് വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നല്ല പോലെ സിറപ്പൊക്കെ ഇറങ്ങിയിട്ട് അത്രയ്ക്കും സോഫ്റ്റായിട്ടാണ് നമ്മുടെ ബണ്ണിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പരുവത്തിലുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ പാൽ ബണ്ണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പാൽ കേക്കിൻ്റെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതും മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതും 2 റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും ഒന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.